മുഖ്യമന്ത്രി വീണ്ടും മാധ്യമങ്ങളോട് കയർത്തിരിക്കുകയാണ്. പക്ഷേ ഇപ്രാവശ്യം മാധ്യമങ്ങളും തിരിച്ച് നല്ല ഡോസ് നോക്കി നൽകിയിട്ടുണ്ട് അല്ലെ? എങ്ങനെ നോക്കിക്കാണുന്നു ആ മാധ്യമങ്ങളുടെ ഒരു പ്രതികരണത്തോട്? കഴിഞ്ഞ 10 വർഷമായിട്ട് കേരള ജനത ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് മുൻപ് പുള്ളി പാർട്ടി സെക്രട്ടറി ആയിരുന്നു. അതുകൊണ്ട് അതൊക്കെ അങ്ങ് നിൽക്കും. അത് പാർട്ടിയുടെ ചുമതലക്കാരനല്ലേ, അതുകൊണ്ട് അത് സഹിക്കാം. അതിനുശേഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി മാറി ആദ്യത്തെ ടൈമിൽ ഇരുന്നുകൊണ്ടുള്ള അദ്ദേഹത്തെ ആദ്യത്തെ ടൈമിൽ തന്നെയാണ് തോന്നുന്നു മാധ്യമങ്ങളോട് കടക്ക് പുറത്തുനിന്നുള്ളത് കടക്ക് പുറത്തെന്ന് പറഞ്ഞു. അതിനുശേഷം രണ്ടാമതും കേരള ജനത പുള്ളിയെ തന്നെ സെലക്ട് ചെയ്തു. കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ തുടർഭരണം കിട്ടി. എല്ലാം കൊണ്ടൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് 10 വർഷം മുഖ്യമന്ത്രിയായി തുടരുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഉള്ളിന്റെ അഹങ്കാരമൊക്കെ ഉണ്ട്. അല്ല, ആ ഒരു കാലഘട്ടത്തിലും അദ്ദേഹത്തിന് മാധ്യമങ്ങളോടുള്ള ഒരു നിലപാടിൽ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. അപ്പൊ മാധ്യമങ്ങളുടെ ഒരു തലോടൽ കൊണ്ട് വളർന്ന ഒരു വ്യക്തിയുമല്ല അദ്ദേഹം എന്നുള്ളതാണ് അദ്ദേഹത്തെ ന്യായീകരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് മാധ്യമങ്ങളെ അത്തരത്തിൽ തലോടിക്കൊണ്ട് പോകേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതൊരു സംസ്ഥാനമാണെന്നും ഈ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണെന്നും ഇവിടുത്തെ ജനങ്ങളോട് ഇത്തരത്തിൽ പെരുമാറരുതെന്നും ഈ മീഡിയകളോടുള്ള അറ്റൻഷൻ, മീഡിയ എന്ത് ചെറിയൊരു കാര്യമാണോ? ഈ നാട്ടിൽ ഏറ്റവും വലിയ വിഷയങ്ങളടക്കം രാജൻ കേസ് എന്ന് പറയുന്ന സംഭവം ഓർമ്മയുണ്ടോ? 1928 ആ സംഭവം അടക്കം റിപ്പോർട്ട് ചെയ്ത് കൊടുത്ത മാധ്യമങ്ങളാണ്. ഒരു മാധ്യമ പ്രവർത്തകൻ മുൻകൈ എടുത്തിട്ടുള്ളതാണ്. അല്ലാതെ അതൊന്നും പിണറായി വിജയൻ നേരിട്ട് വന്ന് ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ല. അദ്ദേഹമൊക്കെ അന്ന് ഈ നാട്ടിലുള്ളവരായിരുന്നു. അന്ന് ഈ പറയുന്ന നക്സലിസ് ഒക്കെ ഇവരെല്ലാം താല്പര്യപ്പെട്ടിട്ട് പിന്നീട് നക്സലൈറ്റുകളെ ഓടിച്ചിട്ട് വെടിവെച്ച് കൊന്ന ടീം കൂടാണ് ഇവർ കേട്ടോ. ഇവർ ഇതൊക്കെ പറയുമ്പോൾ ഈ വിപ്ലവം പറയുമ്പോൾ എന്നിട്ട് ഈ അഹങ്കാരത്തിന്റെ അങ്ങേയറ്റം, അതായത് അതൊരു കമ്മ്യൂണിസ്റ്റ് രീതിയാണ്. കമ്മ്യൂണിസ്റ്റുകാരെ ലോകത്ത് എവിടെയൊന്ന് ശ്രദ്ധിച്ച് നോക്ക്. ഇപ്പം ചൈനയിൽ വന്നു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഇവിടെ സ്വാധീനമുണ്ടോ? ഒരു സ്വാധീനമില്ല. അത് മാത്രമായിരിക്കും. അത് കമ്മ്യൂണിസ്റ്റിന്റെ ഒരു രീതിയാണ്.